നമസ്കാരം. BC വിഷൻ ഹോട്ട് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു കൂട്ടം സ്ത്രീകൾ അണിയിച്ചൊരുക്കിയ കെട്ടിപ്പടുത്ത പെൺമതിലിന് സമീപത്താണ്. ഈ പെൺമതിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടുത്തെ സ്ത്രീ ജനങ്ങളോട് തന്നെ ചോദിക്കാം. അമ്മച്ചി, ആരാണ് എന്റെ അമ്മച്ചി? ആരാണ് അമ്മച്ചി? ചേച്ചി. ചേച്ചി ചേച്ചിയോ? പിന്നെ വേണ്ട വേണ്ട, മോളേന്ന് വിളി, മോളേന്ന് വിളി. മോളെ, ഈ പെൺമതിൽ കൊണ്ട് ഈ പെൺമതിൽ എങ്ങനെയാണ് നിങ്ങൾ പൊക്കിയെടുത്തത്? ശരി, ആദ്യം ഞങ്ങള് വാനം മാന്തിട്ട് അതിൽ മണ്ണെല്ലാം കളയും. എന്നിട്ട് ഇങ്ങനെ കല്ലടിക്കടിക്ക് വെക്കും. പിന്നെ സിമെന്റ് തേച്ചിട്ട് അതിന് മേളിൽ കട്ട കെട്ടിട്ട് സിമെന്റ് തേച്ച് നല്ല പെയിന്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പരസ്യം പതിക്കല്ലേന്ന് എഴുതി വെക്കും. അങ്ങനെ മതിലുണ്ടാക്കുന്നത്. അല്ല, നിങ്ങൾ എന്ത് പൊക്കി കെട്ടിയ കാര്യമാണ് ഈ പറഞ്ഞത്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? പെൺമതിൽ പൊക്കി കെട്ടിയ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മെക്കാട് പണിയാ ഉദ്ദേശിച്ചത്. കണ്ട മേക്കാട് പണിക്കാരൊക്കെ വിളിച്ചിടും വന്നേക്കാണ്. നാണാവൂല്ലേ ജനി? ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാണ്ടല്ല ഇങ്ങനെ പെൺമതിൽ എന്നൊക്കെ പറഞ്ഞേക്കണത്. അതെ, നമുക്ക് ഇത് പോണ്ട, ഈ വാർത്തയുടെ പുറകെ പോണ്ട. നല്ല സൂപ്പർ ഹോട്ട് ന്യൂസ് ആണ് ഇപ്പൊ പുറത്തു പോയത്. ആ പെണ്ണ് ഭാര്യമാരെ തപ്പി പോലെ അതിന്റെ പുറകെ പോകാം. അപ്പൊ എന്തായാലും ചൂടേറിയ മറ്റു വാർത്തകളുമായി കണ്ടുമുട്ടാം. ക്യാമറമാൻ സെന്തിലിനൊപ്പം റിപ്പോർട്ടർ വടിവേലു. പോയി. അവര് നല്ല ന്യൂസ് തപ്പിപ്പോയത് കണ്ടില്ലേ? വെറുതെ രാവിലെ സാരി കൊടുത്തു. ഇതിനാണ് നീ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ? ആര് പറഞ്ഞു ഞങ്ങളുടെ മതില് പൊളിഞ്ഞെന്ന്? ഞങ്ങളുടെ കൂടെയുള്ള 2 പ്രതിനിധികൾ അവരുടെ അപൂർവമായ കലകൾ ഇവിടെ പ്രകടിപ്പിക്കുന്നതായിരിക്കും. കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാലമ്പും മില്ലും വച്ചേനെ, തിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ചോറുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ. നിങ്ങളുടെ കടയിൽ നിൽക്കുന്നവൻ കൂടി ഞങ്ങൾ ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടി നീക്ക് കൂടി ഇവരുടെ കൂടെ കൂടിയല്ലേടാ? 500 ബിരിയാണിയും തരാന്ന് പറഞ്ഞ അതാ വന്ന്. ബിരിയാണി നാണമില്ലേ നിങ്ങൾക്ക്? അയ്യോ, ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അറിയിക്കേ. 2 സ്ലൈഡും കൂടെ എക്സ്ട്രാ കുത്തി വയ്ക്കാൻ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. കയറിപ്പോയിനിപ്പം 2 കിലോ റൈഡാ കൂത്തിയത്. ഈ മുടിയിൽ എവിടെ റൈഡ് പിടിക്കുന്നത്? എന്തൊക്കെ ജന്മങ്ങളാണോ? ഞാൻ എന്താ പറയണത്? അല്ല, ഞങ്ങൾക്ക് ഈ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ പിന്നെ ഇങ്ങനെ വില കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്തുവാ നിങ്ങളുടെ ഈ നിത്യോപയോഗ സാധനങ്ങൾ? എന്തൊരു പറച്ചിലാ ബേബിച്ചായി പറയുന്നേ. ഈ മുഖത്തിടാനുള്ള ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, കണ്ണെഴുതാനുള്ള ഐലൈനർ, പിന്നെ സാരി, ബ്ലൗസ്, ചെരുപ്പ്, പിന്നെ തല കുത്താനുള്ള സ്ലൈഡ്, ഇതൊക്കെ ആര് തരും? ഇതൊക്കെ എന്ത് വിലയാണ്? വില കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യും? ഓഹോ, അപ്പൊ അതിനെതിരെയാണ് ഈ പെൺമതിൽ ഇവിടെ കെട്ടിപ്പടുത്തത്. പിന്നല്ലാതെ മനുഷ്യൻ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടി എന്തോരം കഷ്ടപ്പാടുകൾ ഈ ആണുങ്ങൾ ഇവിടുന്ന്. അപ്പൊ നിനക്കൊക്കെ സ്ലൈഡ് കുത്താണല്ലേ? എന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാടി. അയ്യോ അയ്യോ